നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി. മാഹിയിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാരനായ രമേശിനെ കാറിടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് മൈസൂർ സ്വദേശിയായ ചേതൻ മാലിക്. കണ്ണൂർ ആദികടലായിൽ വീട്ടുമുറ്റത്തെ മാളം തുറന്നപ്പോൾ കിട്ടിയത് 14 മൂർഖൻ കുഞ്ഞുങ്ങളെ. പ്രദേശവാസികൾ ഭീതിയിൽ. തലശ്ശേരി കോപ്പാലം റൂട്ടിലെ 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അപകടാവസ്ഥയിൽ. കോപ്പാലം, മൂഴിക്കര ലിമിറ്റ് ബസ് സ്റ്റോപ്പുകളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും കുറച്ചു ദിവസം കൂടി പ്രയാസം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇല്ല, പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് നിയമസഭ കഴിഞ്ഞിട്ട് വൈദ്യുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകും. മാഹിയിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാരനായ രമേശിനെ കാറിടിച്ച് തെറിപ്പിച്ചു നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. മൈസൂർ സ്വദേശിയായ ചേതൻ മാലിക്കിനെയാണ് മാഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ പോലീസ് ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനുള്ളിലാണ് പ്രതി പിടിയിലായത്. മൈസൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് പ്രതി. മൈസൂരിൽ നിന്നും നിസാൻ മാഗ്നറ്റ് വാഹനത്തിൽ പുലർച്ചെ കൂട്ടുപുഴ വഴി മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തിയ പ്രതി റൂമെടുക്കാനായി മാഹിയിലെത്തുകയായിരുന്നു. അപകടം സംഭവിച്ച ഉടൻ വണ്ടി നിർത്താതെ മൈസൂരിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട രമേശൻ ദിവസങ്ങളോളം തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുമുറ്റത്തെ മാളം തുറന്നപ്പോൾ കിട്ടിയത് 14 മൂർഖൻ കുഞ്ഞുങ്ങളെ. കണ്ണൂർ ആദികടലായിൽ അനീഷിന്റെ വീട്ടുവളപ്പിലാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ സംഭവമുണ്ടായത്. വീട്ടുമുറ്റത്ത് സംശയാസ്പദമായ രീതിയിൽ മണ്ണ് പൊങ്ങിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മാളത്തിനുള്ളിൽ പാമ്പ് കുഞ്ഞുങ്ങളുള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് മാർക്ക് പ്രവർത്തകനും സർപ്പ രക്ഷാപ്രവർത്തകനുമായ ജിഷ്ണു പനങ്കാവ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സുരക്ഷാ മുൻകരുതലുകളോടെ മാളം തുറന്നപ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി 14 മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് പുറത്തെടുത്തത്. കുഞ്ഞുങ്ങളെ പ്രത്യേക പാത്രത്തിലാക്കി സുരക്ഷിതമായി മാറ്റി. പ്രദേശത്ത് ആളുകൾ കൂടുതലായി സഞ്ചരിക്കുന്ന ഭാഗമായതിനാൽ വലിയ അപകട സാധ്യത ഒഴിവായതായി നാട്ടുകാർ പറഞ്ഞു. മഴക്കാലത്ത് വീടുകളുടെ പരിസരങ്ങളിലും മാളങ്ങളിലുമൊക്കെ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജിഷ്ണു പനങ്കാവ് അറിയിച്ചു. വീടുകളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും മാളങ്ങളോ പൊത്തുകളോ കണ്ടാൽ സ്വമേധയാ കൈകാര്യം ചെയ്യാതെ വിദഗ്ധരുടെ സഹായം തേടണമെന്നും ജിഷ്ണു നിർദ്ദേശിച്ചു. തലശ്ശേരി അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തിലെ മാലിന്യങ്ങൾ നഗരസഭാ കൗൺസിൽ ഇടപെട്ട് നീക്കം ചെയ്യിച്ചു. മാരിയമ്മ വാർഡ് കൗൺസിലർ നൂറ നാസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിലിന്റെ നേതൃത്വത്തിലെത്തിയാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിഥി തൊഴിലാളികളെ കൊണ്ട് നീക്കം ചെയ്യിച്ചത്. കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വാടിക്കൽ പള്ളിയിലേക്കുള്ള ഇടവഴിയിൽ പാതി കത്തിയ പാർസൽ ഭക്ഷണാവശിഷ്ടങ്ങളും അലൂമിനിയം കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് ഫോയിലുകളും നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സിഗരറ്റ് പാക്കറ്റുകളും കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ മാലിന്യങ്ങൾ വഴിയോരത്ത് കണ്ടെത്തിയിരുന്നു. പ്രദേശം ദുർഗന്ധപൂരിതമായതിനെ തുടർന്നാണ് അധികാരികൾ ഇടപെട്ട് പരിശോധന നടത്തിയത്. മുകുന്ദ് മല്ലർ റോഡിൽ 30 മുറികളിലായി 150ഓളം അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കൗൺസിലർ ഇടപെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യിച്ചത്. ഹിന്ദി ഭാഷാ പരിജ്ഞാനവും
ടീച്ചർക്ക് അതിഥി തൊഴിലാളികളോടുള്ള ആശയവിനിമയം എളുപ്പമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളികൾക്ക് മുറി നൽകുന്ന ഉടമകളെയും നേരിൽ കണ്ട് മുന്നറിയിപ്പ് നൽകി. തലശ്ശേരി കോപ്പാലം റൂട്ടിലെ 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അപകടാവസ്ഥയിലായതോടെ യാത്രക്കാരുടെ ആശങ്ക വർദ്ധിക്കുന്നു. കോപ്പാലം, മൂഴിക്കര ലിമിറ്റ് ബസ് സ്റ്റോപ്പുകളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ തുടരുന്നത്. കാലവർഷം ശക്തമാകുന്നതും സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതും കണക്കിലെടുത്ത് ദുരന്തമുണ്ടാകുന്നതിന് മുൻപേ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുട്ടിമാക്കൂൽ കഴിഞ്ഞുള്ള ലിമിറ്റ് ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണ് ഏറെ ഭീതി ഉണർത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് ഷെൽട്ടറിൻ്റെ പ്രധാന തൂൺ തകർന്നിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണിയോ പൊളിച്ചു നീക്കലോ നടന്നിട്ടില്ല. തകർന്ന തൂണിൻ്റെ ബലത്തിലാണ് കൂര നിലനിൽക്കുന്നത്. ദിവസേന വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി യാത്രക്കാർ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് വലിയ അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളുടെ എണ്ണം ഇനിയും കൂടും. മഴയും കാറ്റും ശക്തമായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴുമോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ. ഇതിന് സമീപമുള്ള മൂഴിക്കര ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സമാനമായ അവസ്ഥയിലാണ്. തൂണുകളുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും ദ്രവിച്ച് ഇരുമ്പ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ബീമുകൾക്കും വിള്ളലേറ്റിട്ടുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള ഷെൽട്ടറിൻ്റെ മേൽക്കൂരയുടെ ഭാരം ദ്രവിച്ച തൂണുകൾ എത്ര നാൾ കൂടി താങ്ങി നിൽക്കും എന്ന ആശങ്കയിലാണ് യാത്രക്കാർ. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുകയും നനവ് വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ അപകട സാധ്യത ഇരട്ടിയാകുമെന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. നമ്മുടെ മൂഴിക്കര ടൗണിൽ ഒരു അപകടാവസ്ഥയിലായ ഒരു മനുഷ്യൻ, അതേപോലെ മൂഴിക്കരയിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ലിമിറ്റ് ബസ് സ്റ്റോപ്പ്, തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് അപകട ഭീഷണിയിലാണുള്ളത്. ഇപ്പം മഴക്കാലം തുടങ്ങി, ഇപ്പോൾ സ്കൂൾ വരാൻ പോവാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ആശ്രയിക്കുന്ന ഒരു ഷെൽട്ടറാണത്. അപ്പോൾ ഇപ്പം നിലവിൽ അതിൻ്റെ തൂണുകളെല്ലാം ഇളകി വീഴാനായ ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ അത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അപകടം വന്നിട്ട്, ദുരന്തങ്ങൾ വന്നിട്ട് നമ്മൾ ഇടപെടുന്ന കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ വിധത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇടപെട്ട് അതിൻ്റെ പുനരുദ്ധാരണം ചെയ്യാനാണ് നമ്മുടെ ആവശ്യം. എല്ലാ ജനങ്ങൾക്കും ഭീഷണിയാണ്. വിദ്യാർത്ഥികൾ സ്കൂൾ തുറക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കോപ്പാലം ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് കേന്ദ്രവും സുരക്ഷിതമല്ലെന്ന പരാതിയാണ് ഉയരുന്നത്. മേൽക്കൂരയുടെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും ഇരുമ്പ് കമ്പികൾ ജീർണിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഈ 3 കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അടിയന്തരമായി പരിശോധന നടത്തി പൊളിച്ചു നീക്കുകയോ പുതുക്കി പണിയുകയോ വേണമെന്നാണ് ആവശ്യം. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികളാണ് കൂടുതൽ അപകട ഭീഷണി നേരിടുന്നത്. രാവിലെയും വൈകിട്ടും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ഇടങ്ങളായതിനാൽ വലിയൊരു അപകടം പോലും വൻ ദുരന്തത്തിലേക്ക് വഴിമാറാമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പൊതുമരാമത്ത് വകുപ്പ്, തലശ്ശേരി നഗരസഭ, ബന്ധപ്പെട്ട അധികാരികൾ എന്നിവർ വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും യാത്രക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490 233
626 9447 227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061188, 9656813834, 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
6 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കണ്ണൂരിലെത്തിയ സണ്ണി ജോസഫിന് ഉജ്ജ്വല സ്വീകരണം. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. UDF സർക്കാരിന്റെ വൈദ്യുതി പാർലമെന്ററി കാര്യ മന്ത്രിയായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. രാവിലെ 10:10 കാറിൽ വന്നിറങ്ങിയ സണ്ണി ജോസഫിനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിച്ചു. തുടർന്ന് നേതാക്കൾ ഷാൾ അണിയിച്ചു. കെ സുധാകരൻ MP, DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്, സജീവ് ജോസഫ് MLA, VA നാരായണൻ, സുമ ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കടലിനെയും കടൽ കടന്നെത്തിയവരെയും കുറിച്ച് പഠിക്കുന്നതിനായി പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി കാഴ്ചകൾ തേടി ചരിത്ര അന്വേഷണ യാത്ര സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് മ്യൂസിയം, തലശ്ശേരി കടൽപ്പാലം, തലശ്ശേരി കോട്ട, ജവഹർഘട്ട്, സെന്റ് ജോർജ് പള്ളി എന്നിവ സന്ദർശിച്ച ശേഷം യാത്രാസംഘം 1901 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആസാദ് ലൈബ്രറിയിലെത്തി. തലശ്ശേരിയുടെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി ആസാദ് ലൈബ്രറിയിൽ വെച്ച് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി V. പ്രദീപൻ കുട്ടികളോട് സംസാരിച്ചു. ലൈബ്രറികളിൽ ഒന്നാണിത്. 1901 ബ്രിട്ടീഷുകാരാണ് ഈ ലൈബ്രറി സ്ഥാപിക്കുന്നത്. അന്ന് വിക്ടോറിയ രാജ്ഞിയുടെ പേരിലായിരുന്നു ഈ ലൈബ്രറി. പിന്നീട് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ പേര് മാറ്റിയിട്ട് ആസാദിൻ്റെ പേരിലേക്ക് ഈ ലൈബ്രറിയുടെ പേര് മാറ്റുകയാണ് ചെയ്തത്. അബുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകർത്താക്കളിൽ ഒരാളായിരുന്ന അബുൽ കലാം ആസാദിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കാൻ വരുന്നൊരു സ്ഥലമാണിത്. തലശ്ശേരിയിലെ ഏത് സമയത്തും ഇവിടെ വായന, നിങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരുപാട് ആൾ വായിക്കാനുണ്ട്. തലശ്ശേരിയിൽ ഒരുപാട് ആളുകൾ സ്ഥിരമായി വായിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. 30,000-ഓളം പുസ്തകങ്ങളുള്ള കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വായിക്കാൻ വേണ്ടി പുസ്തകം എടുക്കാൻ ആളുകൾ വരുന്ന സ്ഥലമാണിത്. മാത്രമല്ല, കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങൾ
ഇവിടെ വന്നിട്ട് പരിശോധിക്കാനുള്ള ഒരു സൗകര്യം കൂടി അവർക്ക് ഒരുക്കുന്നുണ്ട്. തുടർന്ന് സംഘം മുഴപ്പിലങ്ങാട് ബീച്ചും സന്ദർശിച്ചു. യാത്രയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് യാത്രാനുഭവ കുറിപ്പ് തയ്യാറാക്കൽ മത്സരവും വായനശാല സംഘടിപ്പിക്കും. മികച്ച യാത്രാനുഭവക്കുറിപ്പിന് സമ്മാനം നൽകും. ബാലവേദി ഭാരവാഹികളായ ശരണ്യ, ആരുഷി മാനസ്, ശിവകീർത്ത്, യഹ്യ, വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ, കെ കെ സനിൽകുമാർ, കെ വിമല, സരിത രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും ഒരിടവേള. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. Amrita Vidyalayam, Punnol, Talasheri. Leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്.
കറക്റ്റ് മാഷേ. ജിയോ സ്റ്റാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. പാനൂർ നഗരസഭയുടെ മഴയത്തു മുൻപേ 3ാം ഘട്ട ശുചീകരണം കരിയാട് നടന്നു. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പാനൂർ നഗരസഭാധ്യക്ഷ കൂടത്തിൽ നൗഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശുചീകരണ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 41 വാർഡുകളിലും പല വാർഡുകളിലും ഇപ്പോൾ ശുചീകരണ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായിട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം പല പദ്ധതികളും മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ഒരുപാട് മാലിന്യ സംസ്കരണത്തിൻ്റെ കേന്ദ്രങ്ങൾ MCF പോലെയുള്ള കേന്ദ്രങ്ങൾ ഇനി ആരംഭിക്കാൻ പോകുന്ന RRF പദ്ധതി കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളുമായിട്ടാണ് മാലിന്യ സംസ്കരണവുമായി പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് നമ്മുടെ പൊതുയിടങ്ങളിലൊക്കെ ഉള്ളത്. പ്ലാസ്റ്റിക്, ജൈവം, അജൈവം അത്തരത്തിലുള്ള വേർതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വർക്കേഴ്സും എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള നല്ല ഊർജ്ജസ്വലതയുള്ള പ്രവർത്തനവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷിത ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ മേക്കുന്ന്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് നജീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന, കൗൺസിലർമാരായ MTK ബാബു, കോട്ടൂർ ബാലൻ, CM ഗീത, EK സമീന, C റീന, ഹഫ്സത്ത് പുത്തൻമടത്തിൽ, തൃപ്തി ടീച്ചർ, KTK ശരണ്യ, കരിയാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ശുചീകരണത്തിൽ പങ്കാളികളായി. അജൈവ മാലിന്യ പരിപാലന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ RRF കേന്ദ്രത്തിലേക്ക് ട്രോളി, ഫയർബോളുകൾ എന്നിവ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. RRF കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഒരു ട്രോളിയും അഗ്നിസുരക്ഷ ഉറപ്പാക്കുന്നതിനായി 10 ഫയർബോളുകളും വിതരണം ചെയ്തു. മാലിന്യ ശേഖരണവും തരംതിരിക്കലും കൂടുതൽ സുഗമമാക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഉപകരണങ്ങൾ വിനിയോഗിക്കുന്നത്. അജൈവ മാലിന്യ പരിപാലന രംഗത്ത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് RRF കേന്ദ്രം ജില്ലയിൽ തന്നെ മുന്നിട്ടു നിൽക്കുന്ന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ശുചിത്വ മിഷൻ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയ രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതേസമയം അഗ്നിസുരക്ഷയ്ക്കായി ഫയർബോളുകൾ സ്ഥാപിക്കുന്ന ജില്ലയിലെ ആദ്യ RRF കേന്ദ്രം എന്ന പ്രത്യേകതയും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ RRF കേന്ദ്രത്തിന് സ്വന്തമായി. തീപിടുത്ത സാധ്യതകൾ മുൻകൂട്ടി നിയന്ത്രിക്കുന്നതിനും ജീവനക്കാരുടെയും കേന്ദ്രത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ സംവിധാനം സഹായകരമാകുമെന്ന് അധികാരികൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപൻ തെക്കേപ്പുരയിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV രമേശൻ, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ KK ബിനീഷ്, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ P അശോകൻ, ക്ലീൻ കേരള കമ്പനി ജില്ലാ പ്രതിനിധി നിധിന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. പാനൂർ മൊകേരി പ്രദേശത്തുള്ള പ്രശസ്ത കുടുംബമായ നാമത്ത് പൊന്നൻ തറവാട് റോയൽ മീറ്റ് 2026 മിനി കുടുംബസംഗമം നടത്തി. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ ഫീൽഡിൽ പോകാൻ പറ്റൂ എന്നൊന്നുമില്ല. പല തെറ്റായ ധാരണകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ++ കിട്ടി കഴിഞ്ഞാല് പിന്നെ സയൻസ് എടുക്കാം, എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം. അത് മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവിനനുസരിച്ച് അവരുള്ള ഓരോ സ്കില്ലിനനുസരിച്ചിട്ടുള്ള പിന്നെ സ്ട്രീമാണ് എടുക്കേണ്ടത്. ഇപ്പോ ++ വാങ്ങിയ കുട്ടികൾ എന്റെ ഫ്രണ്ട് സയൻസ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ അയൽവാസി ഇന്നതാണ് എടുക്കുന്നത് എന്ന് മാത്രമല്ല നോക്കേണ്ടത്. ഓരോ മക്കൾക്കും ഓരോ കഴിവുകളാണ്. ആ കഴിവിനെ തിരിച്ചറിയണം. ഓരോ കുട്ടിയുടെ സ്കില്ലിനനുസരിച്ചിട്ട് വേണം അവർ +1 ഏത് ചൂസ് ചെയ്യണം, ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളത്.
അത് കോമേഴ്സ് ആയാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും, ചിലർക്ക് IT ഫീൽഡ് അല്ലെങ്കിൽ പിന്നെ ടെക്നോളജി ഫീൽഡ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോളജി ഫീൽഡ് ആണെങ്കിൽ ബയോളജി സയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ കഴിവിനനുസരിച്ചിട്ട് വേണം അവരെ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ അവർ തിളങ്ങട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പറയുന്ന പ്രശസ്ത എഴുത്തുകാരി റൈഹാന റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹ്റൂഫ് പോതിയാൾ സ്വാഗതം പറഞ്ഞു. പാനൂർ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സജീർ മുഖ്യപ്രഭാഷണം നടത്തി. PSC പഠിച്ചപ്പോൾ എന്റെ ഉപ്പാർക്കുണ്ടാകുന്ന വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇവരങ്ങനെ പഠിക്കാത്തതുകൊണ്ട് ഇവരൊന്നും എത്തിപ്പോയില്ലാത്തൊരു വിശ്വാസം കുടുംബക്കാർക്ക് വേണ്ടി അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എന്തോ പഠിച്ചവന്റെ ഒരു ഉത്തരവ് എനിക്ക് ജോലി കിട്ടി. അപ്പൊ ജോലി കിട്ടിയപ്പോ നാട്ടിലെ ആദ്യത്തെ SI ആണ് ഞാൻ. എന്റെ കുടുംബത്തിലെ ഫസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയി. എനിക്ക് എന്റെ മൂന്നാമത്തെ സർവീസാണ്. ഞാൻ ആദ്യം ഒരു സെക്രട്ടറി OI എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്യുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രഷറിയിൽ മൂത്തറമ്പ് ട്രഷറിയിൽ വർക്കായിട്ട് അപ്പോയിന്റ് ആയി. അവിടെ 1 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എടക്കാട് 1 വർഷം എന്റെ SI ആയിട്ട് പ്രൊബേഷൻ കഴിഞ്ഞപ്പോൾ പാനൂര് ഒരു 2 മാസമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് ആദരങ്ങൾ എനിക്ക് പല ഭാഗത്തും കിട്ടി. പക്ഷെ നമ്മുടെ കുടുംബം നമ്മൾ ആദരിക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തിയാണ്. അത് ഞാൻ പറയുന്നത് ഇതുപോലത്തെ കുടുംബ സംഗമത്തിൽ നമ്മളെ മക്കളെ നമ്മളെ പേരമക്കളെയൊക്കെ നമ്മൾ ആദരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രചോദനമാണ്. KB ഇസ്മായിൽ, ലത്തീഫ് സഫ, VP ഇസ്മായിൽ, ഉസ്മാൻ, മഹമ്മൂദ് എന്നിവർ സംസാരിച്ചു. കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള ഉപഹാരവും മദ്രസ പൊതുപരീക്ഷകളിലും SSLC പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഖുർആൻ മനപാഠമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പുരസ്കാരവും ആദരവും നടന്നു. മുംതാസ്, ഷബീന, റഹിയാനത്ത്, അർഷിദ, ആഷിർ, ലത്തീഫ് സഫ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മെഗാ റാഫിൾ ഡ്രോ അടക്കം 100-ൽ പരം മത്സരത്തിലെ വിജയികൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി. മാഹിയിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാരനായ രമേശിനെ കാറിടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് മൈസൂർ സ്വദേശിയായ ചേതൻ മാലിക്. കണ്ണൂർ ആദികടലായിൽ വീട്ടുമുറ്റത്തെ മാളം തുറന്നപ്പോൾ കിട്ടിയത് 14 മൂർഖൻ കുഞ്ഞുങ്ങളെ. പ്രദേശവാസികൾ ഭീതിയിൽ. തലശ്ശേരി കോപ്പാലം റൂട്ടിലെ 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അപകടാവസ്ഥയിൽ. കോപ്പാലം, മൂഴിക്കര, ലിമിറ്റ് ബസ് സ്റ്റോപ്പുകളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യം. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.